ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പേരിൽ ദില്ലി കേരള സ്കൂളിൽ കുട്ടികൾക്ക് കൊടും പീഡനം. കലാമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രിയെ കാത്ത് കുട്ടികളെ മണിക്കൂറുകളോളം പൊരുവെയിലത്തിരുത്തി. അധ്യാപകർക്കും സംഘാടകർക്കും തണലിലിരിക്കാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. യങ് ജനറേഷൻ AC-യിൽ മാത്രം ഇരുന്നാൽ പോരാ, വെയിൽ കൊള്ളണമെന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ ന്യായീകരണം. സമയം നട്ടുച്ച 12 മണി. ദില്ലിയിലെ താപനില 30 ഡിഗ്രിക്ക് മുകളിലാണ്. 10 മണിക്ക് വരാമെന്നേറ്റ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണന് വേണ്ടി ഈ പൊരിവെയിലത്ത് കാത്തിരിക്കുകയാണ് കുട്ടികൾ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കലാമിന്റെ ചിത്രം വരച്ച് ആദരവ് പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത് നമോ കലാക്ഷേത്ര എന്ന സംഘടന. ദില്ലി കേരള സ്കൂൾ അധികൃതർ ഇതിനായി കുട്ടികളെ വിട്ടു നൽകി. പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത് കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ. 10 മണിക്ക് എത്താമെന്നേറ്റ മന്ത്രിയെ കാത്ത് കുട്ടികൾ പൊരിവെയിലത്തിരുന്നത് മണിക്കൂറുകൾ. കുട്ടികളെ വെയിലത്തിരുത്തുന്ന കാര്യം ശരിയല്ലെന്ന് സംഘാടകരെ അറിയിച്ചപ്പോൾ പരിപാടി ആരംഭിച്ചു. പിന്നെ പിഞ്ചുകുട്ടികളുടെ മുന്നിൽ സ്വന്തം പരിജ്ഞാനം പ്രകടിപ്പിക്കാനുള്ള പ്രസംഗ മാമാങ്കം. പൊരിവെയിലത്തിരുന്ന് കുട്ടികൾ ക്ഷീണിച്ച് അവശരായി. നല്ല ചൂടുണ്ടെന്നും അബ്ദുൽ കലാമിനോടുള്ള സ്നേഹം കൊണ്ട് ചൂടും ക്ഷീണവും സഹിക്കുകയാണെന്നും കുട്ടികൾ. അബ്ദുൽ കലാമിന്റെ ഇഷ്ടം കൊണ്ടാണ് ഒരു വിധത്തിൽ വരയ്ക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ തണലത്തിരുന്ന് സംഘാടകർ കുട്ടികളുടെ ചിത്രരചന ആസ്വദിച്ചു. അധ്യാപകർക്ക് ഇരിക്കാൻ മരത്തണലിൽ കസേരകൾ നിരത്തി സ്കൂൾ അധികൃതർ മാതൃക കാട്ടി. കുട്ടികളെ പൊരിവെയിലത്തിരുത്തി പീഡിപ്പിക്കുന്നതിനെ പറ്റി പ്രിൻസിപ്പാൾ ഹരികുമാറിന്റെ ന്യായീകരണം ഇങ്ങനെ: യങ് ജനറേഷൻ കുറച്ചു നേരം വെയിലത്തൊക്കെ ഇരുന്ന് തന്നെ വേണം. നമ്മളിപ്പം AC റൂമിലും അതിരുന്ന് നമ്മൾ ഫിസിക്കലി ഒരു ഫിറ്റ്നസ് ഒക്കെ വരണമെങ്കിൽ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ജന്മദിനം പോലും ആഘോഷിക്കാത്ത അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തിൽ ആദരവ് പ്രകടിപ്പിക്കാനാണോ അതോ കുട്ടികളെ ഉപയോഗിച്ച് നമോ കലാക്ഷേത്രയ്ക്ക് പേരുണ്ടാക്കി കൊടുക്കാനാണോ സ്കൂൾ അധികൃതർ ഈ ക്രൂരത ചെയ്തത് എന്ന ചോദ്യം ബാക്കിയാകുന്നു. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന അബ്ദുൽ കലാം ജീവിച്ചിരുന്നെങ്കിൽ ഈ ബാലപീഡനത്തിനെതിരെ അദ്ദേഹമായിരിക്കും ആദ്യം രംഗത്തെത്തുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്.